ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ പെട്ടെന്ന് കപ്പ വേവിച്ചെടുക്കാവുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. കപ്പ പുഴുങ്ങാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്രോസൺ കപ്പയാണ് ഇടുന്നത്. ഇത് 2 പൗണ്ട് കപ്പയുണ്ട്. ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി കപ്പ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് ഞാൻ ഇതിനുള്ള അരപ്പുണ്ടാക്കുകയാണ്. ഈ ജാറിൽ 1 കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 4 കാന്താരി, ഒരു ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണിത്. ഒരു വെളുത്തുള്ളി മുറിച്ചെടുത്തതാണിത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതുപോലെ എടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിലെ വെള്ളവും ചേർക്കണ്ട. കപ്പ വെന്തു. ഇനിയും തിളച്ച വെള്ളത്തിൽ നിന്നും കോരിയെടുക്കുകയാണ്. ഇത് വേകാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട്. കപ്പ കൊത്തി വേവിക്കുന്നതിലും വളരെ എളുപ്പമാണ് ഇത്. കൊത്താനൊന്നുമുള്ള സമയമൊന്നും മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയും ചൂട് മാറിയിട്ട് അരിഞ്ഞെടുക്കണം. വെന്ത കപ്പ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പച്ചക്കപ്പ കൊത്തിയെടുക്കുന്നതിലും വളരെ എളുപ്പമാണ്. ഞാനിതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. ഈ അരച്ചെടുത്ത പാത്രം കഴുകി സ്വല്പം വെള്ളം, 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്, സ്വല്പം കറിവേപ്പില. സ്റ്റീം ചെയ്യുന്നതിന് മുൻപേ അരപ്പും കറിവേപ്പിലയും ചേർത്ത് കപ്പ കൊണ്ട് തന്നെ കവർ ചെയ്ത് മൂടി വെച്ച് സ്റ്റീം ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. മൂടി വെച്ച് 3-4 മിനിറ്റ് ആവി കയറുമ്പോഴത്തേക്കിന് അരപ്പ് വെന്തു വരും. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. വെള്ളം വറ്റി. ഇനി ഞാനിത് ഇളക്കി എടുക്കുകയാണ്. അഥവാ ഇത് കുഴച്ചിച്ചിരി എടുക്കണമെന്ന് വരികിലേ, ഇതുപോലെയുള്ള നമ്മൾ പൊട്ടറ്റയൊക്കെ മാഷ് ചെയ്യുന്നത് കൊണ്ട് കുഴഞ്ഞിരിക്കണമെങ്കിൽ ഇതുപോലെ പൊടിച്ച് എടുക്കാം. ഇത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കപ്പ വേവിക്കുന്നതിന് മുമ്പ് കൊത്തിയെടുക്കാതെ ഇതുപോലെ വെന്തിട്ട് കൊത്തിയെടുത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുക.